നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. ജില്ലയിൽ മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയും അക്രമങ്ങളും തുടരുന്നതായി നാഷണൽ മഹിളാ ജനത. സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തി. വൈദ്യുതി ചാർജ് വർധന, കഞ്ചിക്കോട് KSEBയിലേക്ക് മാർച്ച്. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയും അക്രമങ്ങളും തുടരുന്നതായി നാഷണൽ മഹിളാ ജനത. ജില്ലയിൽ മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയും അക്രമങ്ങളും തുടരുന്നുവെന്ന് നാഷണൽ മഹിളാ ജനത. ജില്ലയിൽ മൈക്രോ ഫിനാൻസുകാരുടെ അക്രമം തുടരുകയാണെന്നും ഇവർക്കെതിരെ പരാതി നൽകിയാലും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, ജില്ലാ പ്രസിഡന്റ് S വിജയലക്ഷ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 8:30 മണിക്കൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ടാണ് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, പൈസ കിട്ടിയാലേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഇത് ആർക്കും ഇത് അവിടുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമാണ്. അവരോട് സംസാരിക്കാം, ഇന്ന് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം. പക്ഷെ ഈ ആറോ എന്ന് പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ പൈസ തിരിക്കാൻ വരുന്ന പയ്യന്മാര് അവരോട് പറയുന്ന വാക്കുകള്, അസഭ്യങ്ങള്, പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളാണ് ഈ സ്ത്രീകളെ പറയുന്നത്. പലർക്കും അത് താങ്ങാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് പലരും ഇന്ന് ആത്മഹത്യയുടെ വക്കീലാണ്. ഈ മൈക്രോ ഫിനാൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ പത്രസമ്മേളനമൊക്കെ വിളിച്ചതാണ്. അതിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി അവരാരും നമ്മൾക്ക് വേണ്ട വിധം ഒരു നിയമോപദേശം തരാനോ അല്ല ഈ മൈക്രോ ഫിനാൻസുകാരുടെ നേരിൽ ഒരു പരാതി എടുക്കാൻ പോലും തയ്യാറാകാത്ത പോലീസ് സ്റ്റേഷനുകൾ, ഞങ്ങൾ കയറി ഇറങ്ങിയ പോലീസ് സ്റ്റേഷനുകളുണ്ട്. 15ഓളം മൈക്രോ ഫിനാൻസുകാരാണ് ജില്ലയിൽ ഗുണ്ടായിസം നടത്തുന്നത്. ധനവിനിയോഗത്തിന്റെ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെ പലിശയ്ക്ക് പണം നൽകിയവർ വീടുകൾ കയറി ഭീഷണി തുടരുകയാണ്. നേരത്തെ പുരുഷന്മാരായിരുന്നു പണപ്പിരിവിന് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ ഇറക്കിയാണ് ഗുണ്ടായിസം നടത്തുന്നത്. 10 സ്ത്രീകളെ കൂട്ടി ലോൺ നൽകുന്നത് മുതലാണ് കുരുക്കു തുടങ്ങുന്നത്. മൈക്രോ ഫിനാൻസുകാരുടെ മോശം വാക്കുകളുടെ പ്രയോഗത്തിനും ഗുണ്ടായിസത്തിനുമെതിരെ പോലീസിൽ നിരവധി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും പോലീസ് ഗുണ്ടകളെ സംരക്ഷിക്കുകയാണ്. ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന മൈക്രോ ഫിനാൻസുകാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കാൻ തയ്യാറാവുമെന്നും ഇരുവരും മുന്നറിയിപ്പ് നൽകി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിലാവർണിസ R, പ്രസന്ന എത്തനൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മൈക്രോ ഫിനാൻസിന്റെ എല്ലാ പേരുകളും അതിലുണ്ട്. അതുപോലെ നമ്മള് ഇവര് പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി നമ്മൾ ഇടപെടുകയും അവരെ നമ്മൾ ശക്തമായിട്ട് പൊതുവെയും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഈ നമ്മൾ SP പരാതി, ഇന്ന് കാലത്ത് നമ്മൾ SP പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനു മുന്നും SP നമ്മൾ പരാതി കൊടുത്തിട്ട് പോലീസ് നടപടികൾ ഒന്നും തന്നെ അവർ എടുക്കുകയോ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി സാധാരണക്കാര് പണം എടുത്തു തന്നെയാണ്, ഇല്ല നമ്മൾ പറയുന്നില്ല, കൊടുക്കേണ്ട തന്നെയാണ്. പക്ഷെ മൈക്രോ ഫിനാൻസിന്റെ മുതലാളിമാര്, പുത്തക മുതലാളിമാര് തന്നെ പറയട്ടെ, അവർ ഭയങ്കരമായിട്ട് ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവരെ കഷ്ടപ്പെടുത്തി ഇപ്പൊ അവരൊക്കെ മരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളെ അവര് സമീപിക്കുന്നത് നിയമം അവർക്ക് യാതൊരു വിധത്തിലും നിയമം ഉപകാരപ്പെടുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളോട്. സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ജീവനക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്നും സർക്കാർ ജീവനക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടതാണെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി KGOF ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജീവനക്കാരെ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാരിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ലക്ഷ്യം നേടുന്നതിന് തടസ്സമായിട്ടുണ്ട്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അതാത് സമയങ്ങളിൽ ലഭിക്കാത്തതും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്തതും നിരാശയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പരിഹരിക്കപ്പെടേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ആ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്തുവാനും ഒറ്റയ്ക്ക് ഒരുമിച്ച് നമ്മുടെ കേരളത്തിൽ KGOFന് നിൽക്കുവാനും ഒക്കെയുള്ള ഒരു ധൈര്യവും തല്ലിടവും ഒക്കെ എനിക്ക് തോന്നി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ മന്ത്രി ഓഫീസിൽ വരികയും അതൊക്കെ വളരെ കൃത്യമായി കേൾക്കുവാൻ പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത്. നടത്താൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിരുന്നു. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും പരമാവധി അതൊക്കെ നടപ്പിലാക്കുവാനുള്ള പരിശ്രമത്തിലേക്കാണ് നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഞാൻ ഈ അടുത്ത സമയത്ത് ഓർക്കുകയാണ്. കഴിഞ്ഞ സംഘടനാ സമ്മേളന സമയത്ത് പോലും
ഈ സംഘടനയെ സഹായിക്കുവാൻ നമ്മുടെ ഓഫീസ് മുഖേനയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തതാണ്. ഇന്ന് നമുക്കറിയാം, ഉദ്യോഗസ്ഥന്മാർക്കിടയിലൊക്കെ നമുക്ക് കുറച്ച് മെച്ചപ്പെട്ട പ്രവർത്തനം കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് ഉന്നത ഉദ്യോഗസ്ഥ മേഖലകളിൽ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഉതകുന്ന നിലയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരുടെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രസിഡന്റ് ഡോക്ടർ എം ജയൻ പതാക ഉയർത്തിയതോടുകൂടി ആരംഭിച്ചു. സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, മെഡിസപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനുവരി 22 നടത്തുന്ന പണിമുടക്ക് വിജയിപ്പിക്കുവാൻ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ജീവനക്കാരോട് ആഹ്വാനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഹാരിസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ജേതാക്കളായ P വിജയകുമാർ, MS റീജ, AKSTU സംസ്ഥാന സെക്രട്ടറി MN വിനോദ്, വർക്കേഴ്സ് കോർഡിനേഷൻ കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് SY ഷാഹിൻ, അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാ കൺവീനർ MC ഗംഗാധരൻ, SSPC ജില്ലാ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ J ബിന്ദു, ഡോക്ടർ ദിലീപ് ഫൽഗുനൻ, രശ്മി കൃഷ്ണൻ, ബഷീർ മുഹമ്മദ്, ശാന്താമണി, BS വിനോദ് കുമാർ, PM ഷെറിൻ എന്നിവർ സംസാരിച്ചു. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തി. ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി മാർച്ച് നടത്തി. വെടിക്കെട്ട് നിരോധിക്കാനും ആനയെഴുന്നള്ളിപ്പിൽ അപ്രായോഗിക നിയന്ത്രണം വരുത്തുന്നതിനുമെതിരെ സർക്കാർ നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രാചാര സംരക്ഷണ സമിതി കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കുട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. K ബാബു MLA മുഖ്യപ്രഭാഷണം നടത്തി. രാജേഷ് പാറമേക്കാവ്, വത്സൻ ചമ്പക്കര, M ശിവദാസ്, പ്രകാശൻ പുത്തൂർ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർധന, കഞ്ചിക്കോട് KSEBിയിലേക്ക് മാർച്ച്. വൈദ്യുതി ചാർജ് വർധന, കഞ്ചിക്കോട് KSEB മാർച്ച്. ഇരുട്ടടി പോലെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ഷോക്കടിപ്പിച്ച LDF സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ചിക്കോട് KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കഞ്ചിക്കോട് സത്രപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കഞ്ചിക്കോട് KSEB ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി കളത്തിൽ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റുമാരായ പാലാഴി ഉദയകുമാർ, ഭാസ്കരൻ, D രമേശൻ, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു, വൈസ് പ്രസിഡന്റ് S സുനിൽകുമാർ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി N മുരളീധരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P മുരുകാനന്ദൻ, OK മണികണ്ഠൻ, ചാത്തു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PB ഗിരീഷ്, കൃഷ്ണനുണ്ണി, മിൻമിനി, സുനിത രവീന്ദ്രൻ, രാജേശ്വരി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സുദർശനൻ എന്നിവർ സംസാരിച്ചു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. ഇത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ 5 കൊല്ലത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സാധനത്തിനും വില വർദ്ധിക്കില്ല എന്ന ദേശാഭിമാനിയുടെ ഹെഡിങ് ആയിരുന്നു. ഇന്ന് വില വർദ്ധിക്കാത്തത് എന്താണ് എന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ആദിവാസി യുവാവിന് നേരെയുള്ള അക്രമം, 2 പേർ പിടിയിൽ. ആദിവാസി യുവാവിന് നേരെയുള്ള അക്രമം, 2 പ്രതികൾ പിടിയിൽ. വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചഴിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. കണിയാമ്പറ്റ സ്വദേശികളായ അർഷിദ്, അഭിരാം എന്നിവരെയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇന്ന് രാവിലെ മാനന്തവാടി പോലീസ് പിടികൂടിയത്. ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആകെ 4 പേരാണ് പ്രതികൾ. വിഷ്ണു, നബീൽ എന്നീ പ്രതികൾ ഒളിവിലാണ്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി വൈകിയും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ബംഗളൂരു ബസ്സിൽ കൽപ്പറ്റയിലേക്ക് വരുമ്പോഴാണ് കസ്റ്റഡിയിലായവർ കുടുങ്ങിയത്. വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ മാദനെ വലിച്ചിഴച്ച കാർ കണ്ടെത്തിയിട്ടുണ്ട്. കണിയാമ്പറ്റയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. കാറിന്റെ ഉടമ നൽകിയ വിവരങ്ങൾ വെച്ച് അർഷാദാണ് കാർ ഉപയോഗിച്ചു വരുന്നതെന്ന് കണ്ടെത്തിയതാണ് നിർണായക വഴിത്തിരിവായത്. പ്രതികളെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചതോടെയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പ്രതികൾ മുങ്ങാൻ ശ്രമിച്ചത്. മാനന്തവാടി കൂടൽക്കടവിലാണ് മാദനെതിരെ ക്രൂരത അരങ്ങേറിയത്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ മാദനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുവാക്കൾ കൂടൽക്കടവിൽ വെച്ച് മറ്റൊരു കാറിലെ യാത്രക്കാരുമായി വാക്തർക്കമുണ്ടായിരുന്നു. ഇതിൽ ഇടപെട്ട നാട്ടുകാർക്ക് നേരെയായി പിന്നീട് രോഷപ്രകടനം. പ്രദേശവാസികളിൽ ഒരാളെ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മാദൻ തടഞ്ഞു. കാറിൽ വിരൽ കുടുങ്ങിയ മാദനെ കൈ വാഹനത്തോട് ചേർത്തു പിടിച്ച് 1/2 കിലോമീറ്ററോളം ടാറിട്ട റോഡിലൂടെ യുവാക്കൾ വലിച്ചിഴയ്ക്കുകയായിരുന്നു. പിന്നാലെ വന്ന കാറിലെ യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് മാദനെ വഴിയിൽ ഉപേക്ഷിച്ച യുവാക്കൾ കടന്നത്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായ പരിക്കേറ്റ നിലയിലാണ് മാദൻ. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ
ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ പരിശോധന കടുപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ പരിശോധന കടുപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ കണക്കിലെടുത്ത് നിരത്തുകളിലെ പരിശോധന കടുപ്പിക്കാൻ തീരുമാനം. ADGP മനോജ് എബ്രഹാം, ഗതാഗത കമ്മീഷണർ CH നാഗരാജു എന്നിവർ ജില്ലാ പോലീസ് മേധാവികളുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തി. സംസ്ഥാനത്തെ റോഡുകളിൽ MVDയും പോലീസും സംയുക്തമായി രാപ്പകൽ ഭേദമന്യേ പരിശോധന നടത്തും. ആദ്യ പരിശോധന അപകട മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും. അമിതവേഗം, മദ്യപിച്ചുള്ള വാഹനമോടിക്കൽ, അമിത ഭാരം കയറ്റൽ, അശ്രദ്ധമായ വാഹനമോടിക്കൽ, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള യാത്ര എന്നിവ കൂടുതൽ നിരീക്ഷിക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. എല്ലാ ജില്ലകളിലും ഉടൻ റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ നടത്തും. റോഡ് ഘടനയിലും ട്രാഫിക്കിലും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് ഈ യോഗങ്ങളിൽ രൂപരേഖ തയ്യാറാക്കും. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബോധവൽക്കരണം നടത്തും. ഈ ചലാനുകൾ അടയ്ക്കാനായി എല്ലാ ജില്ലകളിലും പ്രത്യേകം അദാലത്തുകൾ നടത്തും. സ്പീഡ് റഡാറുകൾ, അൽക്കോമീറ്ററുകൾ എന്നിവയുമായി ജില്ലാ ഹൈവേ പോലീസ് വാഹനങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുവാനുമാണ് തീരുമാനം. വാട്ടർ പ്യൂരിഫയിംഗ് മേഖലയിൽ ലൈസൻസിംഗ് ഏർപ്പെടുത്തണം. WWA വാട്ടർ പ്യൂരിഫയിംഗ് മേഖലയിൽ ലൈസൻസ് ഏർപ്പെടുത്തണം. വാട്ടർ പ്യൂരിഫയിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് വാട്ടർ വർക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് T ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ വാട്ടർ പ്യൂരിഫയിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ജില്ലാ സമ്മേളനം 18-ന് നടക്കും. ഓരോ ദിവസവും ജലശുദ്ധീകരണത്തിനായി പുതിയ സാങ്കേതിക വിദ്യകളാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇക്കാര്യത്തിൽ പ്രായോഗികത നേടാത്തവർ രംഗത്ത് നിന്നും പുറത്താവുകയാണ്. എല്ലാവർക്കും സാങ്കേതിക വിദ്യാ പരിശീലനവും നൽകുകയാണ് സംഘടനയുടെ ലക്ഷ്യം. നിരവധി പേർ ജലശുദ്ധീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുമുള്ള ആനുകൂല്യവും ലഭിക്കുന്നില്ല. ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സെക്രട്ടറി സുരേഷ് കുമാർ A, പ്രജിത് K എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു നോൺ സ്റ്റോപ്പ് ഇതാണ് ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറകിലാക്കി പോകും. അപ്പോൾ ഇതിനുള്ള അതുകൂടെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ ഫീൽഡിലേക്ക് വരുന്നവരെ കുറിച്ച് പുതിയ ടെക്നോളജിയെ കുറിച്ചുള്ള അവർക്ക് അതിന്റെ ബോധവൽക്കരണം, അതൊക്കെയാണ് ഞങ്ങളുടെ ബേസിക് റീസൺസ്. ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കാൻ തന്നെ റീസൺ അതാണ്. പക്ഷെ പലരും ഇങ്ങനെ ഇതിൽ കുറെ പുറകിലേക്ക് പോകും. കുറച്ചു കാലം നിൽക്കുക, അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ പറ്റില്ല. പുതിയ ടെക്നോളജി വരുമ്പോൾ അവർ പുറകിലേക്ക് ആയി പോകും. അപ്പോൾ അവരെയൊക്കെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവന്ന് ആ രീതിയിൽ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ തുടങ്ങിയത് തന്നെ. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ഓൺ സ്മൂത്ത്ലി. തുടർച്ചയായ മഴ മുതലമടയിൽ മാങ്ങാ കർഷകർ ആശങ്കയിൽ. തുടർച്ചയായ മഴ മുതലമടയിൽ മാങ്ങാ കർഷകർ ആശങ്കയിൽ. തുടർച്ചയായ മഴ ചതിച്ചതോടെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമടയിൽ മാങ്ങാ കർഷകർ ആശങ്കയിൽ. മാവുകൾ പൂത്ത് ഉണ്ണിമാങ്ങ കായ്ക്കേണ്ട സമയത്തും പൂകൾ പോലും നിലനിർത്താനാവാത്ത നിലയിലാണ്. മഴ മൂലം പൂകൾ അഴുകി നശിച്ചു പോവുകയാണ്. ഈർപ്പം നിരന്തരമായി നിലനിൽക്കുന്ന പ്രദേശത്ത് കീടങ്ങളുടെ സാന്ദ്രത വളരെ കൂടുതലാണ്. ഇതാണ് മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാനും അഴുകാനും കാരണം. സെപ്റ്റംബർ പകുതിയോടെ കർഷകർ മാങ്ങയ്ക്ക് കൊമ്പ് കോതുകയും തടമെടുക്കുകയും ചെയ്തു തുടങ്ങും. ആദ്യഘട്ട മരുന്ന് പ്രയോഗം എന്ന നിലയിൽ മണ്ണിനാണ് വളപ്രയോഗം നടത്തുക. തുടർന്ന് ഒക്ടോബർ അവസാനത്തോടെയാണ് മാവിൻ തോട്ടങ്ങളിൽ പൂക്കാലം തുടങ്ങുക. ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 6000 ഹെക്ടർ 2000-ലധികം മാങ്ങാ കർഷകരാണ് ഉള്ളത്. ചെറുതും വലുതുമായ 250 സംഭരണ കേന്ദ്രങ്ങളും ഉണ്ട്. 1 ഏക്കർ മാവിൻ തോട്ടം പാട്ടത്തിനെടുക്കുന്നതിന് ചിലവ് 50,000 ആണ്. ഒരു തവണ മരുന്നടിക്കാൻ 10,000 രൂപയിലേറെയാണ് ചിലവ്. ഏക്കറിന് 3500 രൂപയാണ് വില ഇൻഷുറൻസ് ചെയ്യുന്നതിനായി ആവശ്യം. വൻകിട കർഷകർക്ക് മാത്രമേ വില ഇൻഷുറൻസ് മൂലം ഗുണമുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. 3 തവണ പൂവിട്ടത് കൊഴിഞ്ഞുപോയ തോട്ടങ്ങളുമുണ്ട്. 1000 കോടിയുടെ വിറ്റുവരവുള്ള മുതലമടയിൽ കഴിഞ്ഞ തവണ സീസണിൽ വിളവ് കുറഞ്ഞതോടെ മാംഗോ സിറ്റിക്ക് നഷ്ടം 500 കോടിയിലേറെ രൂപയാണ്. മാങ്ങ ഉൽപാദനം 10% താഴെ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ മാങ്ങ വിപണിയിലെത്തുന്ന മാർച്ചിൽ പോലും തോട്ടങ്ങളിൽ 10%-നടുത്ത് മാങ്ങ മാത്രമാണ് ഉണ്ടായത്. പോയ വർഷങ്ങളിൽ പ്രതിദിനം ശരാശരി 100 മുതൽ 150 ടൺ മാങ്ങ മുതലമടയിൽ നിന്നും ഉത്തരേന്ത്യൻ വിപണികളിലേക്ക് അയച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ 10 ടൺ മാങ്ങ പോലും ലഭിക്കാത്ത സ്ഥിതിയായിരുന്നു. പനയമ്പാടത്ത് റോഡ് പരുക്കനാക്കാൻ ആരംഭിച്ചു. പനയമ്പാടത്ത് റോഡ് പ്രതലം പരുക്കനാക്കാൻ ആരംഭിച്ചു. തുടർച്ചയായി അപകടങ്ങൾ നടന്ന കരിമ്പ പനയമ്പാടം വളവിൽ റോഡിന്റെ ഉപരിതലം പരുക്കനാക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. കയറ്റവും വളവും ചേർന്ന് വരുന്ന 400 മീറ്ററോളം ദൂരമാണ് പരുക്കനാക്കുന്നത്. വാഹനവേഗം നിയന്ത്രിക്കാൻ ഇത് ഉപകരിച്ചേക്കും. താൽക്കാലിക പരിഹാര നടപടികളുടെ ഭാഗമായാണിത്. ചെറിയ ചാറ്റൽ മഴയുണ്ടായാൽ പോലും റോഡിന്റെ ഉപരിതലത്തിലെ മിനുസം മൂലം വാഹനങ്ങൾ തെന്നിപ്പോകുന്നുണ്ടെന്ന് പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം താഴെ പനയമ്പാടത്തിന് ദുബായ് കുന്നിന് മുന്നിലായി ബാരിക്കേഡുകളും വേഗനിയന്ത്രണ ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. പനയമ്പാടം ഭാഗത്ത്
500 മീറ്ററോളം ദൂരം താൽക്കാലിക ഡിവൈഡറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ റോഡ് പരുക്കനാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ സംയുക്ത പരിശോധനയിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് മറ്റു നടപടികളും ഉണ്ടാകും. 62-കാരിയും മകനും മരിച്ച നിലയിൽ. പട്ടാമ്പി വല്ലപ്പുഴയിൽ വീടിനുള്ളിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുകോട് ഇലപ്പുള്ളി മുഖില, മകൻ നിശാന്ത് എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടോടെ വീടിനുള്ളിൽ വെളിച്ചമില്ലാതെ കണ്ടതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പൊതുവെ പരിസരവാസികളുമായി കാര്യമായ സമ്പർക്കങ്ങളൊന്നുമില്ലാത്ത ജീവിതമായിരുന്നു ഇവരുടേതെന്ന് നാട്ടുകാർ പറയുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളാണ് മരണത്തിന് പിറകിലെന്നാണ് സംശയിക്കുന്നത്. 2.122 കിലോ കഞ്ചാവുമായി 23-കാരി പിടിയിൽ. 2.122 കിലോ കഞ്ചാവുമായി 23-കാരി പിടിയിൽ. കോഴിക്കോട് കൊടുവള്ളി കരിമണ്ണക്കുഴി ഖദീജയാണ് പിടിയിലായത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം അരമന ഹോട്ടലിന്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ LIC ഓഫീസിന്റെ തെക്കുഭാഗത്തുള്ള ഗേറ്റിന് മുൻവശം റോഡരികിൽ വെച്ച് ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിപിൻ ദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ഏൽപ്പിച്ചതാണെന്ന് ഭാഗ്യെന്നും ഇതിനുള്ളിൽ കഞ്ചാവാണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് ഖദീജ നൽകിയ മൊഴി. പാലക്കാട് ഇറങ്ങിയ സുഹൃത്ത് ബസ്സിൽ ഒറ്റപ്പാലത്തെത്തി ബാഗ് വാങ്ങാമെന്ന് പറഞ്ഞാണ് ഏൽപ്പിച്ചതെന്നും ഖദീജ പറയുന്നു. ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്താനായിരുന്നു ശ്രമമെന്നാണ് എക്സൈസ് പറയുന്നത്. ഇൻസ്പെക്ടറെ കൂടാതെ AEI ഗ്രേഡ്മാരായ രാജേഷ് കുമാർ, സുദർശനൻ നായർ, അനു SJ, PO ഗ്രേഡുമാരായ ദേവകുമാർ, രാജേഷ് CEO, ഫിറോസ് CEO, DVR ലൂക്കോസ്, WCEOമാരായ സന്ധ്യ, ലിജിത എന്നിവരും ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ്. ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. യോഗ ക്ലബ്ബ് രൂപീകരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ യോഗ ക്ലബ്ബ് രൂപീകരണവും പരിശീലനവും നടന്നു. പ്രായഭേദമന്യേ സൗജന്യമായി യോഗ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗ ക്ലബ്ബിന് തുടക്കം കുറിച്ചത്. ഗ്രാമപഞ്ചായത്ത് ട്രഷറി ഹാളിൽ നടന്ന ആദ്യ ബാച്ചിന്റെ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രാജിക ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം MK പ്രദീപ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനറും കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറുമായ ജയകൃഷ്ണൻ, JPHN മഞ്ജു, ആശാവർക്കർ ബീന, ADS ചെയർപേഴ്സൺ ശരണ്യ, വാർഡ് ആരോഗ്യ സമിതി അംഗങ്ങളായ A ഹരിദാസൻ, T ശിവകുമാർ, MLSP പ്രസീത എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ പരിശീലകൻ മണി ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസുകൾ നടന്നു. രജിസ്റ്റർ ചെയ്ത ആദ്യ ബാച്ചിലെ അംഗങ്ങൾക്ക് വാർഡിലെ 2 മേഖലകളിലായി യോഗ ക്ലാസുകൾ ലഭ്യമാക്കും. പാലക്കാട് കോഴിക്കോട് ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണം. IUML. പാലക്കാട് കോഴിക്കോട് ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ഒറ്റപ്പാലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. ഈ ദേശീയപാതയിലെ മണ്ണാർക്കാട് മുതൽ മുണ്ടൂർ വരെയുള്ള ഭാഗത്ത് പനയമ്പാടം, മുള്ളത്തുപാറ, എടായ്ക്കൽ തുടങ്ങി പല സ്ഥലങ്ങളിലും അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. പനയമ്പാടത്ത് ലോറിക്കടിയിൽ പിടഞ്ഞു മരിച്ച 4 മക്കളടക്കം എത്രയോ ജീവനുകളാണ് അശാസ്ത്രീയമായ രീതിയിൽ പണി പൂർത്തിയാക്കിയ ഈ റോഡിൽ പൊലിഞ്ഞു പോയിട്ടുള്ളത്. ഇനിയും ഒരു ജീവൻ പോലും ഇവിടെ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PN ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. പ്രവാസി ലീഗ് ദേശീയ സെക്രട്ടറി MS അലവി മുഖ്യപ്രഭാഷണം നടത്തി. CP അലവി, ഷംല ഷൌക്കത്ത്, EK മൊയ്തു പഹാജി, TV അബ്ബാസ്, P കുഞ്ഞലവി, അബ്ദുറഹിമാൻ കുന്നത്ത്, N ഹംസ, V മുഹമ്മദ്, PMA ജലീൽ, ഷീബ പാട്ടത്തൊടി, ഷുഹൈബ് തങ്ങൾ, ഹബീബ് തങ്ങൾ, PM മുഹമ്മദ് അലി, M ഉമർ ഫാറൂഖ്, PT സയ്യിദ് മുഹമ്മദ്, CT ഹംസ, CP ഷംസുദ്ദീൻ, CP സുബൈർ, ഉമ്മർ ചോലശ്ശേരി, MP കരീം, കരീം ഹാജി P, KP സുലൈമാൻ, കബീർ P, മുസ്തഫ തിരുണ്ടിക്കൽ,
MK അബ്ദുസലാം, ഹംസ കരിമ്പനക്കൽ, ബഷീർ പി, മരക്കാർ മേലേതിൽ, KK ഷൗക്കത്ത് അലി, EP ബഷീർ എന്നിവർ സംസാരിച്ചു. CP സാദിഖ് സ്വാഗതവും PT അബ്ദുള്ള, ഷാക്കിർ നന്ദിയും പറഞ്ഞു. കളിസ്ഥലം നവീകരണം ആരംഭിച്ചു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ പഴയ ലക്കിടിയിൽ 1 കോടി രൂപ വിനിയോഗിച്ച് പഞ്ചായത്ത് കളിസ്ഥലം നവീകരണം ആരംഭിച്ചു. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA നസ്രീൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P വിജയകുമാർ, കുമാരി ദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M രാമകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C അനിൽകുമാർ, M ഷിബു, T മണികണ്ഠൻ, സുഹറ മുഹമ്മദ്, K കൃഷ്ണകുമാരി, V വിമല, AP ബാലൻ, വിവിധ കക്ഷി നേതാക്കളായ T ഷിബു, PA ഷൗക്കത്ത് അലി, O സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇന്റർസോൺ റെസ്ലിംഗ് മണ്ണാർക്കാട് MES ചാമ്പ്യന്മാർ, മണ്ണാർക്കാട് MES ജേതാക്കൾ. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ നടന്ന കോഴിക്കോട് സർവകലാശാല ഇന്റർസോൺ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 48 പോയിന്റ് നേടി ആതിഥേയരായ MES കോളേജ് ചാമ്പ്യന്മാരായി. 27 പോയിന്റ് നേടി വിക്ടോറിയ കോളേജ് 2ാം സ്ഥാനവും 22 പോയിന്റോടെ ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് 3ാം സ്ഥാനവും നേടി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കായിക വിഭാഗം മേധാവി OA മൊയ്തീൻ അധ്യക്ഷനായി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് ഡയറക്ടർ TC മനോജ്, പ്രൊഫസർ മനു ചക്രവർത്തി, K ഹംസ എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പ്രൊഫസർ രാജേഷ്, ഡോക്ടർ ബിന്ദിൽ, പ്രൊഫസർ വിപിൻ, ഡോക്ടർ സലീജ്, പ്രൊഫസർ സുഫൈൽ, K ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. യൂത്ത് വിംഗ് രൂപീകരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൗൺ യൂണിറ്റ് യൂത്ത് വിംഗ് രൂപീകരിച്ചു. പാലക്കാട് മേട്ടുപാളയം സ്ട്രീറ്റിലെ ടൗൺ യൂണിറ്റ് ഓഫീസിൽ നടന്ന യോഗം ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഹസൻ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി VM മധു സ്വാഗതവും ട്രഷറർ KM ഷാജഹാൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി K സദ്ദാം ഹുസൈൻ പ്രസിഡന്റ്, K നൌഷാദ് അലി ജനറൽ സെക്രട്ടറി, K അർഷാദ് മുഹമ്മദ് ട്രഷറർ, PK ഹാരിസ്, K സുൽഫി വൈസ് പ്രസിഡന്റുമാർ, S മുഹമ്മദ് റാഫി, M അക്ബർ അലി ജോയിന്റ് സെക്രട്ടറിമാർ, B ഷാജഹാൻ രക്ഷാധികാരി എന്നിവരെ തെരഞ്ഞെടുത്തു. ഐശ്വര്യ ഹക്കീം, അബു താഹിർ എന്നിവർ സംസാരിച്ചു. വ്യക്തമായിട്ട് തന്നെ ടൗണിലെ ബന്ധപ്പെടുന്ന ഹെഡ്ക്വാർട്ടറിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ യൂത്ത് വിങ് വളരെ സ്ട്രോങ് ആക്കണം. അപ്പോഴാണ് ഏകോപന സമിതിക്ക് ശക്തിയായിട്ട് അസമമതാരിക്ക് പിന്തുണ കൊടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത മീറ്റിങ്ങിന് 100% നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കണം. ഈ ഹാളിൽ നിന്ന് വേറെ ഹാളിലേക്ക് മാറ്റാനുള്ള സെറ്റപ്പ് നമ്മൾ ആക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. മെമ്പർഷിപ്പ് പ്രവർത്തനം ഉദ്ഘാടനം. വ്യാപാരി വ്യവസായ സമിതി ഒലവക്കോട് യൂണിറ്റ് മെമ്പർഷിപ്പ് പ്രവർത്തനം സമിതി ജില്ലാ പ്രസിഡന്റ് V മനോജ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി A അബ്ദുൽ അസീസ്, യൂണിറ്റ് പ്രസിഡന്റ് CM നൌഫൽ, സെക്രട്ടറി M സ്റ്റാലിൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയും അക്രമങ്ങളും തുടരുന്നതായി നാഷണൽ മഹിളാ ജനത. സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ ന്യായമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തി. വൈദ്യുതി ചാർജ് വർധന, കഞ്ചിക്കോട് KSEBയിലേക്ക് മാർച്ച്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.